പാമ്പാടി പഞ്ചായത്ത് മുണ്ടരിക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് കുടിവെള്ള പദ്ധതി. മുണ്ടരിക്കുന്ന്, അശോക് നഗർ, ഉമ്മൻചാണ്ടി നഗർ തുടങ്ങിയ സ്ഥലങ്ങളിലെ 150ഓളം കുടുംബങ്ങളുടെ ആശ്രയമാണ് മുണ്ടരിക്കുന്ന് കുടിവെള്ള പദ്ധതി. 2000-ലാണ് കുടിവെള്ള പദ്ധതി ആരംഭിച്ചത്. അന്ന് കെ മാണി നൽകിയ 1 സെന്റ് സ്ഥലത്ത് കുളം നിർമ്മിച്ചാണ് പദ്ധതിക്ക് ആവശ്യമായ വെള്ളം എടുത്തിരുന്നത്. എന്നാൽ കടുത്ത വേനലിൽ ഈ കുളത്തിലെ വെള്ളം തികയാതെ വന്നു. ഇതോടെ സമീപവാസിയായ ആശാരിപ്പറമ്പിൽ ഗോപാൽ നൽകിയ സ്ഥലത്ത് രണ്ടാമതൊരു കുളം കൂടി പഞ്ചായത്ത് നിർമ്മിച്ചു. വേനൽ രൂക്ഷമാകുമ്പോൾ രണ്ടാമത്തെ കുളത്തിലെ വെള്ളവും ആദ്യത്തെ കുളത്തിലേക്ക് പമ്പ് ചെയ്യും. അവിടെ നിന്നും വാട്ടർ ടാങ്കിലേക്ക് പമ്പ് ചെയ്താണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ കുളം നിർമ്മിച്ച സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ അവകാശികൾ കുളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സമീപം മാലിന്യം തള്ളുകയും അനധികൃതമായി മണ്ണടിക്കുകയും ചെയ്യുകയാണ്. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് മോട്ടോർ പമ്പിന്റെ പൈപ്പ് മുറിച്ചു മാറ്റുകയും വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തതായി കുടിവെള്ള പദ്ധതി കൺവീനറും വാർഡ് മെമ്പറുമായ സൂസമ്മ കുരുവിള പറഞ്ഞു. പൈപ്പ് മുറിച്ചിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അവരുടെ പറമ്പിലോട്ട് കിടന്നിരുന്ന ലൈനുകളെല്ലാം മുറിച്ച് ഇതിനു മുമ്പും പലതവണ ഈ വയറുകളൊക്കെ കണ്ടിച്ച് കളയുന്നത് പതിവായിരുന്നു. അപ്പം ഞാൻ തന്നെ കയറിയതിന് ശേഷം 2 പ്രാവശ്യം ഞാൻ പോയി ചെന്ന് ഈ വയറ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് തന്നെയല്ല, എന്നോടുള്ള പേഴ്സണലായിട്ടുള്ള വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഈ പറമ്പിൽ കൊണ്ടുവന്ന് ഇത് കണ്ടായിട്ട് കിടന്ന സ്ഥലമാണ്. കണ്ടത്തിൽ കൊണ്ടുവന്ന് മണ്ണടിച്ചതിന് ഞാൻ പരാതി കൊടുത്ത് അവിടുന്ന് ആ മണ്ണ് പാമ്പാടി വില്ലേജ് ഓഫീസർ വന്ന് മണ്ണെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണ്. തിരിച്ചെടുപ്പിച്ചു. അതിൻ്റെ വൈരാഗ്യം എന്നോടുണ്ട്. അതുകൂടാതെയാണ് 1 മാസം അല്ല 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും കൊണ്ടുവന്ന് അവരുടെ ഹോട്ടലിലെ വേസ്റ്റ് മുഴുവനും കൂടെ കൊണ്ടുവന്ന് അവിടെ ഈ കുളത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിരത്തി അങ്ങ് ഇട്ടു. ഒരു ജീപ്പ് നിറയാണ് ഈ സാധനം കൊണ്ടിട്ടത്. അത് ഞാൻ കണ്ടേച്ച് ഞാനത് ഈ ഗ്രൂപ്പിലൊരൊത്ത് എടുത്തിട്ട്, കാരണം ഈ വെള്ളം കുടിച്ചിട്ട് നാളെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നെങ്കിൽ എൻ്റെ നേരെ എന്നെ പ്രതിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്നേരം പറഞ്ഞത് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുപോയിട്ടിട്ടുണ്ടെന്ന് ഞാൻ ആ ഗ്രൂപ്പിലിട്ടു. അതൊക്കെ വെച്ചാണ് ഇപ്പം എൻ്റെ പേരിൽ ഈ കേസുമായിട്ട് ഇവർ പോയിരിക്കുന്നത്. ഇപ്പം ഉമ്മൻചാണ്ടി നഗർ ഭാഗത്ത് വെള്ളം ഒരു ആഴ്ച 2 ആഴ്ചയോളമായിട്ട് അവർക്കാർക്കും കൃത്യമായിട്ട് വെള്ളം കിട്ടുന്നില്ല. അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ കുളം കിട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇത് സംബന്ധിച്ച കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ ആദ്യത്തെ കുളത്തിലെ വെള്ളം മാത്രമാണ് ലഭിക്കുന്നത്. അതും വളരെ കുറച്ച് മാത്രം. കോടതി അനുകൂലമായിട്ട് വിധി വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം അതിൽ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ ഓർഡറാണ് ഉണ്ടായിരുന്നത്. ആ ഇഞ്ചക്ഷൻ ഓർഡറും വെക്കേറ്റ് ചെയ്തിട്ടില്ല. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കുടിവെള്ളം എടുക്കുന്നതിന് തടസ്സപ്പെടുത്താൻ പറ്റത്തില്ലെന്നുള്ള ഒരു വിധി കൂടെ അതിനകത്തുണ്ടെന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഇപ്പം കോടതി അവധിയാകുന്നതുകൊണ്ട് അടുത്ത അവധിക്ക് വെച്ചിരിക്കുകയാണ് നിലവിലെ കേസ്. ഉപയോഗിക്കുന്ന കുളം തുടർന്നും ഉപയോഗിക്കാമെന്ന് കോടതി അഭിപ്രായപ്പെട്ടതായും നാട്ടുകാർ പറയുന്നു. ഈ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന സ്ഥലമായ ഉമ്മൻചാണ്ടി നഗറിലാണ് വെള്ളക്ഷാമം ഏറ്റവും അധികം ഉള്ളതെന്നും വീട്ടമ്മമാർ പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോൾ കുടിവെള്ളം എന്ന് പറയുന്ന ഈ ഉമ്മൻചാണ്ടി നഗറിലോട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് വരുന്നില്ല. പ്രാഥമിക ആവശ്യത്തിന് പോലും വെള്ളം കിട്ടുന്നില്ല. ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നില്ല. കഞ്ഞി വെക്കണമെങ്കിൽ വെള്ളത്തിന് എല്ലാം പോകണം. ഈ ദിവസം കേസിന്റെ വീതി വന്നിട്ടുണ്ട്. ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര നാളൊന്നും ഇതിൽ അവരുടെ സ്വന്തമായിട്ട് കുളമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇപ്പം പാമ്പാടി ബ്ലോക്കിൻ്റെ ഇതെടുത്തപ്പോഴത്തേന് 2 കുളവും ടാങ്കും എല്ലാം ബ്ലോക്ക് അനുവദിച്ചിരിക്കുന്ന ഇതാണ്. ഈ കുളം കിട്ടിയിട്ടില്ല. അതിൻ്റെ AO സാക്ഷ്യപ്പെടുത്തിയ സ്കെച്ചാണിത്. 10-15 വർഷമായി അവിടെ താമസിക്കാൻ തുടങ്ങി. നേരത്തെ വെള്ളം കൊള്ളായിരുന്നു. ഇപ്പം തീർത്തും മടുപ്പാണ്. കിട്ടുന്നില്ല. വെള്ളം കിട്ടാതെ ആയതുകൊണ്ട് വലിയ പാടാണ് കാര്യങ്ങളൊക്കെ പോകാനായിട്ട്. ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ കുളിക്ക് കഞ്ഞിയുടെ പരിപാടി എല്ലാ പരിപാടിയും ഇതുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തീർത്തും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വന്നിരിക്കുക. അതിന് പ്രത്യേകമായിട്ടൊരു കാര്യങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തു തരണം. അത് നമുക്ക് ഒരു രീതിയിലും നമ്മുടെ ഈ പറഞ്ഞ പോലെ അമ്മ പറഞ്ഞ പോലെ പ്രാഥമിക ആവശ്യങ്ങൾക്കോ ബാക്കിയുള്ളതൊന്നും നമുക്ക് തികയാൻ പറ്റുന്നില്ല. വഴി സൗകര്യമുള്ള വീട്ടുകാർ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുകയാണ്. ഇതിനും കഴിയാത്തവർക്ക് പൈപ്പ് വെള്ളം മാത്രമാണ് ആശ്രയം. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.